തിരിച്ച് കിട്ടിപ്പോകാനുള്ള വണ്ടിക്കാശ് എവിടെ നിന്ന് കിട്ടും? സർക്കാർ ആശുപത്രി. ഇനി ഞാനൊരു ചോദ്യം പറയട്ടെ. 2016 സഖാവ് പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രിയായി ധർമ്മടത്ത് മത്സരിക്കുന്നു, MLA ആയി മത്സരിക്കുന്നു. ആ തിരഞ്ഞെടുപ്പിന് മുൻപ് 2016 ഉമ്മൻചാണ്ടിയുടെ കാലം നമ്മുടെ ഗവൺമെന്റ് വരാം. സഖാവ് പിണറായി വിജയൻ ജാഥ. ആ ജാഥയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ സഖാവ് പിണറായിയോട് ചോദിച്ചൊരു ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഈ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന കൊള്ള അന്ന് കാണുന്നില്ലേ? ചിലപ്പോൾ മൃതശരീരം പോലും, ഡെഡ് ബോഡി പോലും വിട്ടുകൊടുക്കാറില്ല സാർ. ഇതൊരു കൊള്ളയാണ്. ജനങ്ങളുടെ പോകാൻ നിർബന്ധിതരാകുന്നു. ഈ സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കാൻ നിങ്ങൾ മുഖ്യമന്ത്രിയായാൽ നിയമം കൊണ്ടുവരുമോ? ഇതാണ് ചോദ്യം പിണറായി. സഖാവ് പിണറായി വിജയന്റെ ക്ലാസിക്കലായ മറുപടി ഉണ്ടതിന്. എന്താണെന്നറിയോ? അത്തരം കൊള്ള നടത്തുന്ന സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരാനായിരിക്കില്ല ഞങ്ങൾ ശ്രമിക്കുന്നത്, മറിച്ച് അതിനേക്കാൾ സൗകര്യമുള്ള സർക്കാർ ആശുപത്രികൾ ഉണ്ടാക്കാനായിരിക്കും ഞങ്ങളുടെ ഗവൺമെന്റ് മുൻകൈയെടുക്കുക. ഡൽഹിയിലിരിക്കുന്ന ഗോസായിമാർ ഞങ്ങളോട് ചോദിച്ചല്ലോ, എന്തിനാണ് നിങ്ങൾ കിഫ്ബി വഴി ലോൺ എടുത്ത്, കിഫ്ബി വഴി പണമെടുത്ത്, പണം കണ്ടെത്തി ഈ സർക്കാർ ആശുപത്രി കിട്ടുന്നതെന്ന്? ഞങ്ങൾ പറയുന്നു, സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിത ചിലവ് കുറയ്ക്കാനാണ് സാർ ഞങ്ങളത് ചെയ്യുന്നത്. സർക്കാർ ആശുപത്രിയിൽ സൗകര്യമില്ലെങ്കിൽ, സർക്കാർ ആശുപത്രികൾ ഹൈടെക് ആകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിത ചെലവ് കൂടും. ഒരു പ്രസവം കഴിയുമ്പോൾ ഒരു ലോൺ, പിന്നെ എല്ലാ മാസവും ആ ലോണിന്റെ അടവ് ഫ്രീ. നിങ്ങളുടെ ജീവിത ചെലവ് കൂടി. നേതൃത്വത്തിൽ ഈ പാറശാല മണ്ഡലത്തിലെ സർക്കാർ ആശുപത്രി, സർക്കാർ സ്കൂളുകളെ ഹൈടെക് ആക്കി. ഈ സ്കൂളുകളെ CK-യും പിണറായി സർക്കാരും കഴിഞ്ഞ 10 വർഷത്തിനകം ഹൈടെക് ആക്കിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഇവിടെ പറഞ്ഞേക്കും സ്വകാര്യ സ്കൂളിൽ. അപ്പോൾ നിങ്ങളുടെ പ്രതിമാസ ചിലവ് കൂടും. വളരെ ലളിതമല്ലേ കാര്യം? നിങ്ങൾക്ക് സാധനങ്ങളുടെ വില, ഈ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഞാൻ ഡൽഹിയിൽ താമസിക്കുന്നയാളാണ്. കുറേ കാലമായിട്ട് ഡൽഹിയിൽ, ഭാര്യയും മക്കളൊക്കെ ഡൽഹിയിലാണ്. അപ്പോൾ അവരെല്ലാം കൂടി ഡൽഹിയിൽ ഞാൻ കൊണ്ടുപോയതിന് ശേഷം, അതിനു മുമ്പ് ചെറിയ ഭക്ഷണമൊക്കെ വേണ്ടി വരും. ഏതാണ് നമ്മുടെ ഒരു ചേച്ചിയുണ്ട്, ഹിന്ദിക്കാരി ചേച്ചി വന്നിട്ട് ചെറിയ എന്തെങ്കിലും ചപ്പാത്തി സബ്ജിയൊക്കെ ഉണ്ടാക്കി ഞാൻ മാത്രമേ കഴിച്ചു. കുടുംബം വന്നതനുസരിച്ച് സാധനങ്ങളെല്ലാം ഭാര്യയുടെ അച്ഛൻ എന്നോട് പോയി അമ്മയ്ക്ക് അച്ഛനെല്ലാം ഇങ്ങനെ സൂക്ഷ്മമായി കൊടുക്കുന്നതാണ്. അപ്പോൾ എന്നോട് ദിവസം വിളിച്ചിരുത്തി പറഞ്ഞു, എന്താ ഉദ്ദേശം? എന്താ പറഞ്ഞു, ഈ പോയാൽ എങ്ങനെയാണ് ചെലവ് കയറി പോകുന്നത് കാണുന്നില്ലേ? പഴയ ആളുകളാണല്ലോ, ചെലവ് കയറി പോകുന്നത് കാണുന്നില്ലേ? എന്നെ ദിവസം വിളിച്ചിരുത്തി ചോദിച്ചു. അപ്പോൾ നോക്കിയപ്പോഴെന്താ കാര്യം? ഇവിടെ നിന്ന് സാധനം വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി പൈസ അവിടെ വാങ്ങുന്നത്. സാധനം വാങ്ങുന്നത് സകല സാധനങ്ങൾ. പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചത് വിശ്വസിക്കുമോ? പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന കേരളത്തിലാണ്, ഉത്തരേന്ത്യയിലാണ്. ആ പഞ്ചസാര ഡൽഹിയിൽ വാങ്ങുന്നതിനേക്കാൾ നല്ല വില വ്യത്യാസം കുറവ് കേരളത്തിലാണ്. മാർക്കറ്റ് ഇന്റർവെൻഷനാണ്. UDF-ന്റെ കാലത്ത് മാവേലി സ്റ്റോറുകൾ പൂട്ടിക്കിടക്കും. നിങ്ങളൊക്കെ രാജ്യത്ത്, ഡൽഹിയിൽ, ഇന്ത്യയിലൊരിടത്ത് ഇവിടെ വില കൂടുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിലെ ആ വിലക്കയറ്റം നോക്കുമ്പോൾ ഇവിടെ വില കുറവാണ്. ഞാൻ അനുഭവസ്ഥനാണ് പറയുന്നത്. നിങ്ങൾ ഡൽഹിയിലെ വില നോക്കും. എന്തുകൊണ്ട് ഇവിടെ ഇപ്പോഴും ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വലിയൊരു പരിധി വരെ ഇടതുപെട്ടതിനാണ് മുന്നണിക്ക് കഴിയുന്നു? അതിന്റെ കാരണം മാർക്കറ്റ് ഇന്റർവെൻഷനാണ്. നമ്മുടെ മേഖലകളിലെല്ലാം, എല്ലാ മേഖലകളിലും നോക്കൂ. 2016 മുമ്പുള്ള കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് കേരളം അഭിമാനകരമായ പല നേട്ടങ്ങളും നേടി. അത് സാമൂഹ്യ പുരോഗതിയുടെ കാര്യത്തിലായിരുന്നു. സമ്പൂർണ്ണ സാക്ഷരത നേടി, ശിശുമരണ നിരക്ക് കുറച്ചു, ഗർഭസ്ഥ അവസ്ഥയിലുള്ള മരണനിരക്ക് കുറച്ചു,
ആരോഗ്യരംഗത്ത് ഒരുപാട് മാറാരോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തു. ഒട്ടേറെ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്കായെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, 2016 2026 ഇടയിലുള്ള ഈ കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തുണ്ടായ ഏറ്റവും പ്രധാനമായ മാറ്റം ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനത്തിലുണ്ടായ കുതിച്ചുചാട്ടമാണ്. നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റം നോക്കൂ. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് അങ്ങനെ. വിഴിഞ്ഞം തുറമുഖത്ത് ആ തീരം മുഴുവൻ കലാപകലുഷിതമായിരുന്നില്ലേ? വീണ്ടും ഒരു വിമോചന സമരം ഉണ്ടായേക്കുമെന്ന് പലരും കരുതിയിരുന്നില്ലേ? മാധ്യമങ്ങൾ പറഞ്ഞില്ലേ, പ്രവചിച്ചില്ലേ? ഇതാ വിമോചന സമരത്തിലേക്ക് തീരദേശത്ത് കലാപകലുഷിതമായി ഇറങ്ങിയ മനുഷ്യരുടെ മുമ്പിലേക്ക് നിറതോക്കുകളുമായല്ല സഖാവ് പിണറായി അവരെ നേരിട്ടത്. അവരെ വിളിച്ചുരുത്തി, അവരുടെ ആവശ്യങ്ങൾ കേട്ടു, അവർ വെച്ച എല്ലാ ഡിമാൻഡുകളും കേട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പുഞ്ചിരിയോട് അവരോട് പറഞ്ഞു, നിശ്ചയദാർഢ്യത്തോടെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും സർക്കാർ ഇതാ അംഗീകരിക്കുന്നു, ഒരെണ്ണം ഒഴികെ. ആ ഒരെണ്ണം ഏതാണ്? അവർ വെച്ചിരുന്ന ഒന്നാമത്തെ ആവശ്യം. അതൊഴികെ ബാക്കിയെല്ലാം അംഗീകരിച്ചു. എന്താ ഒന്നാമത്തെ ആവശ്യം? നിർമ്മാണ പ്രവർത്തനം നിർത്തലാക്കണം. സഖാവ് പിണറായി പറഞ്ഞു, അതൊഴികെ ബാക്കി മുഴുവനും അംഗീകരിച്ചു. അവരുടെ പുനരധിവാസം, അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, പാരിസ്ഥിതികാഘാതത്തെ കുറിച്ചുള്ള പഠനങ്ങളെല്ലാം ഒരു തുള്ളി ചോര വീഴാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടപ്പോഴും തോക്കുകൾ ശബ്ദിക്കുകയായിരുന്നില്ല. മറിച്ച് ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ മാറ്റി മുമ്പോട്ട് പോയി. ആ സമരത്തിന്റെ ഭാഗമായി അവരുടെ പേരിലെടുത്ത കേസുകൾ ഇല്ലാതാക്കി. വരൂ, നിങ്ങൾ നിൽക്കൂ, അവരെ വിശ്വാസത്തിലെടുത്തു. അതേസമയം കൈപൊള്ളും, ഇതെന്റെ ഭരണത്തെ നഷ്ടപ്പെടുത്തുമെന്ന തോന്നലിൽ സ്റ്റെപ്പ് പുറകോട്ട് വെക്കലായിരുന്നില്ല. ഓർമ്മയുണ്ടാകും, 2016 സഖാവ് പിണറായി അധികാരത്തിലേറുമ്പോൾ അന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ കെ സുരേന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പിണറായി മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുമ്പോൾ 2 കാര്യങ്ങൾ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഗെയിൽ യാഥാർത്ഥ്യമാക്കിയാൽ പിണറായിയെ ഞാൻ സമ്മതിക്കും. ദേശീയപാത വികസനം യാഥാർത്ഥ്യമായാൽ ഞാൻ പിണറായിയെ മുഖ്യമന്ത്രി എന്ന് സമ്മതിച്ചു കൊടുക്കാം. അത് 10 വർഷം പോലും വേണ്ടി വന്നില്ല ഗെയിൽ യാഥാർത്ഥ്യമാക്കാൻ. ആദ്യത്തെ 5 ആണ്ട് കൊണ്ട് ഗെയിൽ യാഥാർത്ഥ്യമാക്കി. എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചു. ആരെയും കൊന്നിട്ടല്ല, ആരെയും കൊന്നിട്ടല്ല, ആർക്കുനിലയും വെടിയുതിർത്തിട്ടല്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ദേശീയപാത വികസനം യാഥാർത്ഥ്യമാണ്. ഈ കേരളത്തിൽ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കാൻ ഒരു പ്രശ്നമില്ലാതെയായി. ഇപ്പൊ ഞങ്ങളുടെ എല്ലാം വരുന്ന ശുപാർശ മറ്റ് മുമ്പ് വരുന്ന ശുപാർശ എന്താണ്? ഒരു റോഡ് വരുമ്പോൾ പറയുന്നത് എന്താ? ഇതുവഴി വരരുതെന്നാണ്. ഇപ്പൊ പറയുന്നത് എന്താ? എന്റെ പുരയിടത്തിൽ കൂടി വന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. കാരണം എന്താ? ഏറ്റെടുക്കുന്നതിന്റെ തുക, റീഹാബിലിറ്റേഷൻ പാക്കേജ്. ഈ മാറ്റം എങ്ങനെ ഉണ്ടായി? ആര് കാരണമുണ്ടായി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നോക്കൂ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. കേരളത്തിൽ വികസനം വരാൻ തുടങ്ങി, കേരളത്തിൽ നിക്ഷേപം വരാൻ തുടങ്ങി. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാമത്. നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇവിടെ തന്നെ വളരാം, ആരോഗ്യത്തോടെ അഭിമാനത്തോടെ നമ്മുടെ മണ്ണിൽ ജീവിക്കാം, ഇവിടെ ജോലി ചെയ്യാം. ഈ അവസരം ഇതാ ഉണ്ടാകുന്നു. അതിനാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. എല്ലാ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെയും അവഗണിച്ചുകൊണ്ട്, ഒരു വിവാദങ്ങളിലും കൂസാതെ, തീമഴയായി തനിക്കു നേരെ വിവാദങ്ങൾ വരുമ്പോഴും ആ വിവാദങ്ങളുടെ മുമ്പിൽ ഒന്ന് ചുളിപ്പോകാതെ, ഒന്ന് ഇടറിപ്പോകാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മുമ്പോട്ട് നടന്നു. ഒരൊറ്റ കാര്യം മാത്രം, എടുക്കുന്ന തീരുമാനം ശരിയാണോ? ആ തീരുമാനത്തിൽ ഉറച്ചു. അങ്ങനെ ഒരു ഭരണാധികാരി വേണ്ടേ?